ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പെട്ടെന്നൊരു ബീഫ് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാവേ. പച്ചമുളക് തല്ലിയതൊന്നുമല്ല, അല്ലാതെ ഞാനൊന്ന് അരിഞ്ഞെടുത്തതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് രണ്ടും കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് സവാള എടുത്തിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് വേകുന്ന ബീഫാണ് കേട്ടോ, അതാണ് ഞാൻ കുക്കറിൽ വയ്ക്കാത്തത്. ഇനി അതിലേക്ക് നമുക്കൊരു 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോഴാണ് ഈ ബീഫ് കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത്. അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഇതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ സവാള ചേർത്തപ്പോൾ ആ വീഡിയോൻ്റെ സ്കിപ്പായി പോയി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ടി വരണം. ഇത് പെട്ടെന്ന് വേകുന്ന ബീഫ് അതാണ്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതും കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി പെരുജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇതിനൊരു പച്ച മണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് അതിലോട്ടിട്ട് കൊടുക്കാം. നമ്മൾ ബീഫൊക്കെ കുക്കറിലല്ലേ, ഞാനിന്നിവിടെ ചട്ടിയിൽ പെട്ടെന്ന് വേകുന്ന ബീഫായതുകൊണ്ട് ഇതിലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ഇനി ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ ചേർത്തല്ലോ. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ വേണം അത് വേവിച്ചെടുക്കാൻ. പെട്ടെന്നത് വെന്ത് കിട്ടും, കാരണം പെട്ടെന്ന് വേകുന്ന ബീഫാണ്. നമ്മുടെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഈ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കറി വയ്ക്കണം, ഭയങ്കര ടേസ്റ്റ്. നമ്മൾ കുക്കറിൽ വെക്കുന്നതിനെക്കാട്ട് നല്ല ടേസ്റ്റ് നമ്മളിങ്ങനെ ചട്ടിയിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഒക്കെ വെക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബീഫ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും വേഗം ചെയ്യുന്ന റെസിപ്പിയാണ്. ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവുക കേട്ടോ. താങ്ക് യു.